ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. വളരെ ലളിതമായി 5 മിനിറ്റിനും കൊണ്ട് നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പഠിക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ്സിന് അതിൻ്റെ ഓണറിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തമായ ഒരു നിലനിൽപ്പുണ്ട്. ബിസിനസ്സും ഓണറും രണ്ടാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൻ്റേതായി റെക്കോർഡ് ചെയ്യണം. ഓണറിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓണറിൻ്റേതെന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യണം. ഓണർ എന്തെങ്കിലും ബിസിനസ്സിലോട്ട് കൊടുത്താൽ അത് ക്യാപിറ്റൽ, ഓണർ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ അത് വിഡ്രോവൽസ്, ഇതെല്ലാം റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഇത് റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഓക്കെ, അടുത്തതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. പണത്താൽ അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, വളരെ കഴിവുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ നമ്മൾ ബിസിനസ്സിലോട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഈ എംപ്ലോയിയുടെ എഫിഷ്യൻസി നമ്മൾ ഒരിക്കലും അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യില്ല. പകരം പണത്താൽ അളക്കാൻ പറ്റുന്ന എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാവുള്ളൂ. അടുത്തതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ബിസിനസ് ഉടനെ ഒന്നും അവസാനിക്കില്ല. ബിസിനസ് ഒരുപാട് നാൾ കണ്ടിന്യൂ ചെയ്തു പോകും എന്ന ഒരു അസംഷനാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അടുത്തതാണ് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. ഓരോ ബിസിനസ്സിനും ഒരു അക്കൗണ്ടിങ് പീരീഡ് ഉണ്ടായിരിക്കണം. അതൊന്നെങ്കിൽ ജാനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏപ്രിലിൽ തുടങ്ങി മാർച്ചിൽ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഏതായാലും ഒരു അക്കൗണ്ടിങ് പീരീഡ് വേണം. അടുത്തതാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. പണത്താൽ ഒരു അസറ്റ്, പണം കൊടുത്തൊരു അസറ്റ് വാങ്ങിച്ചാൽ ആ പണം എത്ര രൂപയാണോ നമുക്ക് ചിലവായത് ആ അസറ്റ് വാങ്ങാൻ, ആ എമൗണ്ടാണ് നമ്മൾ അസറ്റിൻ്റെ പേരിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ലാതെ അസറ്റിൻ്റെ മാർക്കറ്റിലെ ഇപ്പോഴത്തെ മൂല്യമല്ല, നമ്മൾക്ക് ആ അസറ്റ് വാങ്ങാൻ എത്ര ചിലവായോ ആ കോസ്റ്റ് പ്രൈസാണ് നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് കോസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. അടുത്തതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. ഓരോ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്. ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ മലയാളത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ എന്നാണ് അർത്ഥം. നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചാൽ അതേ മൂല്യമുള്ളവ നമ്മൾ തിരിച്ചു കൊടുക്കണം. 10 രൂപയുടെ ഒരു പേന വാങ്ങിച്ചാൽ 10 രൂപ കടക്കാരന് കൊടുത്താലേ പേന നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ എന്തൊക്കെ വാങ്ങുന്നുണ്ടോ അതിനും അതേ മൂല്യമുള്ളവ നമ്മൾ കൊടുക്കുന്നുമുണ്ട്. അപ്പം അത് ഒരു കോൺസെപ്റ്റിൻ്റെ ഫോമിൽ പറയുന്നതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. അടുത്തതാണ് റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റ്. റവന്യൂ റെക്കോർഡഡ് ഒൺലി ആഫ്റ്റർ റിയലൈസിങ്. നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ റവന്യൂ നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാവുള്ളൂ. കിട്ടുക എന്നാൽ ഒന്നെങ്കിൽ നമുക്ക് ആക്ച്വലി പണമായിട്ട് ആ എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്കത് കിട്ടാനുള്ള ഒരു അവകാശം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കടമായിട്ട് സാധനങ്ങളൊക്കെ വിറ്റ് കഴിയുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് അവരുടെ അടുത്ത് നിന്ന് ആ എമൗണ്ട് കിട്ടാൻ നമുക്കൊരു അവകാശം വരും. ഒന്നെങ്കിൽ അങ്ങനെ അവകാശം വരണം, അല്ലെങ്കിൽ എമൗണ്ട് കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലേ റവന്യൂ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. എക്സ്പെൻസസ് ഷുഡ് മാച്ച് വിത്ത് റവന്യൂ. ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്. കൊടുക്കലും വാങ്ങലും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഒരു വാങ്ങലിന് ഒരു കൊടുക്കലും നടക്കുന്നുണ്ടെങ്കിൽ എക്സ്പെൻസസ് എപ്പോഴും റവന്യൂ ആയിട്ട് മാച്ചായിരിക്കണം. നമ്മുടെ ചിലവുകളും വരവുകളും തമ്മിൽ ഒരു തുല്യത വേണം. ഓക്കെ, അടുത്തതാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ബിസിനസ്സിൻ്റെ എല്ലാ ഇൻഫർമേഷനും കൃത്യമായി നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഒന്നും ഒളിച്ചു വെച്ച് നമ്മൾ നമ്മുടെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല, എല്ലാം വെളിപ്പെടുത്തിയിരിക്കണം. അടുത്തതാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പ്രാക്ടീസസ് അഡോപ്റ്റഡ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. ഏതൊരു പോളിസിയാണോ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് സ്ഥിരമായി തുടർന്നു കൊണ്ടുപോകണം. ഫോർ എക്സാമ്പിൾ, അക്കൗണ്ടിങ് പീരീഡ് നമ്മൾ പഠിച്ചു. അക്കൗണ്ടിങ് പീരീഡ് ഇപ്പം ജാനുവരി ടു ഡിസംബർ ആണ് ബിസിനസ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് തന്നെ ആയിരിക്കണം അത് തുടർന്നുള്ള വർഷങ്ങളിലും ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ ഈ വർഷം ജാനുവരി ടു ഡിസംബർ, അടുത്ത വർഷം ഏപ്രിൽ ടു മാർച്ച്, അത് കഴിഞ്ഞത്തെ വർഷം ജൂൺ ടു മെയ്, അങ്ങനെ പല പല അക്കൗണ്ടിങ് പീരീഡ് പല വർഷം ഫോളോ ചെയ്യാൻ പാടില്ല. സ്ഥിരമായി ഒരേ രീതി തന്നെ പിന്തുടരണം എന്നാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുന്നത്. അടുത്തതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. ആൻറ്റിസിപ്പേറ്റ് ലോസസ് ബട്ട് നോട്ട് ഇൻകംസ്. നമുക്ക് ചെറിയൊരു നഷ്ടമുണ്ടാവാൻ സാധ്യത, അതായത് നമ്മൾ ആർക്കെങ്കിലും കടമായി സാധനം കൊടുത്തു, അവർ നമുക്ക് തിരിച്ചു തരാൻ സാധ്യതയില്ലെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ അതിനൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. അതാണ് ആൻറ്റിസിപ്പേറ്റ് ലോസസ്. പക്ഷേ നമ്മൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് പണം തരാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കാൻ പോവുക, അങ്ങനെ എന്തെങ്കിലും സാധ്യത, ഇൻകം ഉണ്ടാക്കാൻ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യില്ല. നഷ്ടങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് എപ്പോഴും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് പ്ലേയിങ് സേഫ്.
എല്ലാ എക്സ്പെൻസുകൾക്കും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് സേഫായി നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. അടുത്തതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. ഒൺലി മെറ്റീരിയൽ ഇൻഫർമേഷൻ നീഡ് ടു ബി ഡിസ്ക്ലോസ്ഡ്. ബിസിനസ്സിൽ മെറ്റീരിയൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി. അല്ലാതെ ഇമ്മെറ്റീരിയലായിട്ട് ഇപ്പം ബിസിനസ് ഒരു ബിൽഡിങ് നമ്മളൊരു കട നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ കട വൃത്തിയാക്കാൻ ഒരു ചൂല് വാങ്ങിച്ചു, അത് ആ കട നടത്തിപ്പുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തതാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് പറയുന്ന അക്കൗണ്ടിങ് പ്രിപ്പറേഷൻ നീഡ് ടു ബി ബയാസ് ഫ്രീ. തെറ്റുകളിൽ നിന്ന് വിമുക്തമായിരിക്കണം അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ എന്നാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് പറയുന്നത്. ഇങ്ങനെ ബയാസ് ഫ്രീ ആവാനായിട്ട് നമുക്ക് ഒരു കൃത്യമായൊരു ഫോർമാറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൽ ഇത്ര ഐറ്റംസ് വരണം. ഇത് കൃത്യമായ ആ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ നമുക്ക് ബയാസ് ഫ്രീ ആയി ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.